ചിത്രം കണ്ടല്ലോ. ഈ ചിത്രം കേരളീയ സമൂഹത്തിന് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ കഴിയുന്ന ഒന്നല്ല. വർഷം 7 പിന്നിടുന്നു. ഈ ചിത്രത്തിന് പിന്നിലുള്ള സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ സർവകലാശാലകളെ ക്ഷണിച്ചുകൊണ്ടുള്ള ആഗോള വിദ്യാഭ്യാസ കോൺഫറൻസിന് നേതൃത്വം നൽകിയ TP ശ്രീനിവാസനെയാണ് തെരുവിൽ SFI പിള്ളേർ കൈകാര്യം ചെയ്യുന്നു. അതിനാണ് ഈ സാക്ഷര കേരളം സാക്ഷിയാകേണ്ടി വന്നത്. എത്ര ലജ്ജിക്കേണ്ടിയിരിക്കുന്നു. 7 വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എന്താണ് മനംമാറ്റം CPM-നും SFI-ക്കൊക്കെ ഉണ്ടായിരിക്കുന്നത്? SFI കാട്ടിക്കൂട്ടിയ ഈ 7 വർഷത്തിനിടയിൽ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ നമുക്കറിയാമല്ലോ. ഗുരുത്വമില്ലാത്ത കുറേ പിള്ളേരുടെ ഒരു സംഘടന മാത്രമായി SFI മാറി എന്നുള്ളതാണ്. എന്താണ് അധ്യാപകരുടെ മേൽ നോക്കി വിളിച്ചത്? കൈയും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടും എന്നല്ലേ? അതിനുള്ളൊരു ഉദാഹരണം തന്നെയല്ലേ ഈ കണ്ടത്. ഈ മുൻ അംബാസഡറെയാണ് തെരുവിൽ വലിച്ചിഴച്ചത് ഈ SFI എന്ന് പറയുന്ന കുറേ കുരുത്തം കെട്ട പിള്ളേർ ചെയ്തത്. അതുപോലെ തന്നെ സ്വാശ്രയമെന്ന് കേൾക്കുമ്പോൾ സമരത്തിനിറങ്ങുന്ന ഒരു കാലമുണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക്. CPM-ന് 1994 നവംബർ 25 നടന്ന കൂത്തുപറമ്പ് വെടിവെപ്പ്, അത് 5 DYFI പ്രവർത്തകരുടെ ജീവനെടുക്കുന്നതിലുമാണല്ലോ കലാശിച്ചത്. ഇതെന്തിനു വേണ്ടിയായിരുന്നു? ഉന്നത വിദ്യാഭ്യാസം കച്ചവടവൽക്കരിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് ആരോപിച്ചുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു. ആ പാർട്ടിയാണ് ഇന്നിപ്പോൾ വിദേശ സർവകലാശാലകൾ കേരളത്തിൽ വരണം എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ചയും നീക്കങ്ങളും ഒക്കെ ആരംഭിച്ചിരിക്കുന്നത്. നമ്മുടെ മന്ത്രി ബിന്ദു കൊച്ചമ്മ ഇതിനു വേണ്ടിയുള്ള ഓട്ടമാണ്. വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം. ഇതിനു വേണ്ടിയായിരുന്നല്ലോ TP ശ്രീനിവാസൻ എന്ന ആ പരിണതപ്രജ്ഞനായ ആ മനുഷ്യൻ ശ്രമിച്ചത്. അദ്ദേഹത്തെ തെരുവിൽ വീഴ്ത്തിയത് നിങ്ങൾ എന്തിനു വേണ്ടിയായിരുന്നു? നിങ്ങൾക്ക് മാപ്പ് പറയാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? അത്രത്തോളം ഒന്നും തന്നെ വലിയ രാഷ്ട്രീയ പക്വത SFIയിലുള്ളവർക്കുണ്ടായിട്ടില്ല എന്നാണ് TP പറയുന്നത്. അത് ശരിയാണ്. കാലം ഇത്രയും കഴിഞ്ഞിട്ടും രാഷ്ട്രീയ പക്വത വരിക്കാത്ത കുറേ പേരുടെ കൂട്ടം മാത്രമാണ് SFI ആയാലും DYFI ആയാലും, അതിൻ്റെ അമരത്തിരിക്കുന്നവരായാൽ പോലും. ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് TP ശ്രീനിവാസനോട് ചോദിച്ചാൽ അദ്ദേഹം പറയുന്ന കാര്യം മറ്റൊന്നുമല്ല. 10 വർഷം മുമ്പ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെട്ടു എന്ന് മാത്രമാണ് അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി പറയാനുള്ളത്. 10 വർഷം മുമ്പ് ഞാൻ പറഞ്ഞ കാര്യം ഇപ്പോൾ ഇടതുപക്ഷം അംഗീകരിച്ചിരിക്കുന്നു. അതിൽ സന്തോഷമുണ്ട്. അന്ന് അനുവാദം നൽകിയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഒന്നോ രണ്ടോ സ്വകാര്യ സർവകലാശാലകൾ ഇവിടെ വന്നിട്ടുണ്ടാകുമായിരുന്നു. അതെങ്ങനാ? ഇവിടെ സ്വകാര്യ സർവകലാശാലകളോ വിദേശത്തുള്ള സർവകലാശാലകളോ വരണമെന്നൊന്നും ഈ നേതാക്കന്മാർ ആഗ്രഹിക്കത്തില്ലല്ലോ. ഇവിടെ കുട്ടി നേതാക്കന്മാരെ കൊണ്ട് തന്നെ ചുടിയോറ് വാരിക്കുകയല്ലേ ചെയ്തിട്ടുള്ളത്. ഈ നേതാക്കന്മാരുടെ മക്കളെല്ലാം പഠിച്ചത് ഇവിടെ വിദേശങ്ങളിലാണ്. മന്ത്രി AK ബാലൻ, മുൻ മന്ത്രി AK ബാലൻ്റെ മക്കൾ എവിടെയാണ് പഠിച്ചത്? വിദേശ സർവകലാശാലയിൽ. എല്ലാ സഖാക്കന്മാരുടെയും മക്കൾ പഠിക്കുന്നത് വിദേശങ്ങളിലാണ്. എന്നിട്ട് ഇവിടെ പാവം പിടിച്ച കുട്ടികളെ തെരുവിലിറക്കി അവരെ കൊലയ്ക്ക് കൊടുക്കുകയാണ് ഈ പാർട്ടി ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇപ്പോൾ വിദേശ സർവകലാശാലകൾ എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവരണമെന്നും പറഞ്ഞ് ഈ കമ്പ്യൂട്ടർ ഇറങ്ങിയ കാലത്ത് എന്തായിരുന്നു ഈ CPM-കാർ ചെയ്തു കൂട്ടിയത്? അതിനെതിരെ ഇവർ സമരം ചെയ്തില്ലേ? പ്രീ ഡിഗ്രി ബോർഡിൻ്റെ കാര്യത്തിൽ മറക്കാറാകുമോ? എന്നിട്ട് ഈ CPM-ൻ്റെ ഭരണകാലത്ത് തന്നെയല്ലേ പ്രീ ഡിഗ്രി ബോർഡ് മാറ്റിയെടുത്തതും? അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ കുട്ടി സഖാക്കന്മാരെ കുരുതിക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. TP ശ്രീനിവാസൻ്റെ ഈ വാക്കുകൾ തന്നെ നമുക്ക് ഓർക്കാമല്ലോ. 10 വർഷം മുമ്പ് ഇതിവിടെ വന്നിരുന്നുവെങ്കിൽ നമ്മുടെ കേരളമെന്ന് പറയുന്നത് ഒരു വിദ്യാഭ്യാസ ഹബ്ബായി മാറുമായിരുന്നല്ലോ. എവിടെ നമ്മുടെ നാടിന് പുരോഗതി ഉണ്ടാകുമായിരുന്നു. പക്ഷേ അന്നൊന്നും ഇതിനല്ലായിരുന്നു നോട്ടം. രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക എന്നുള്ളതായിരുന്നു
അത് UDF സർക്കാരിനോട് എതിരിട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ TP ശ്രീനിവാസൻ UDFൻ്റെ ഭരണകാലത്താണല്ലോ ഉന്നത വിദ്യാഭ്യാസ അധികാര സമിതിയുടെ ചെയർമാനായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ തെരുവിൽ വലിച്ചിഴച്ചത് ഈ ഇത്തരത്തിലുള്ള ഈ ഗുരുത്വമില്ലാത്ത ഈ വിദ്യാർത്ഥി സംഘടന ചെയ്തത് അതുതന്നെയാണ്. ഇപ്പോൾ എന്തായാലും TP പറയുന്ന ഇതാണ്, പ്രത്യയശാസ്ത്രത്തിൻ്റെ അയഥാർത്ഥമായ ലോകത്ത് നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് വരുന്ന ലക്ഷണം കാണുന്നുണ്ട്. പണ്ട് ഇതേ അവസ്ഥയിൽ കമ്പ്യൂട്ടറിൻ്റെ വരവിനെ എതിർത്തു, പിന്നീട് അതിനെ അംഗീകരിച്ചു. അതുപോലെയാണിത്. ഇതിൻ്റെ ഫലം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് അവസരം നഷ്ടപ്പെടുക മാത്രമാണ് ഉണ്ടായത്. ഇതിനപ്പുറം വലിയ സാമ്പത്തിക നഷ്ടവും സർക്കാരിന് വരുത്തിവെച്ചു. 10 വർഷം മുമ്പുണ്ടായ ചെലവല്ലല്ലോ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തീരുമാനമെടുത്തുവെങ്കിലും കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ നടപ്പിലാക്കുകയും ഇത്തരം സർവകലാശാലകൾക്ക് അനുവാദം നൽകുകയുമാണ് വേണ്ടത്. അല്ലെങ്കിൽ ഇത് വീണ്ടും വൈകുകയും കുട്ടികൾക്കുള്ള അവസരം നഷ്ടപ്പെടുത്തുകയും ചെയ്യും. നമുക്കറിയാമല്ലോ ഇവിടെ നിന്ന് ഇപ്പോൾ എത്രത്തോളം കുട്ടികളാണ് വിദേശങ്ങളിലേക്ക് പഠനത്തിന് വേണ്ടി പോകുന്നത്. ഇവിടുന്ന് ലോൺ എടുത്തും വസ്തു വിറ്റും സ്വർണം വിറ്റുമാണ് കുട്ടികൾ പോകുന്നത്. നമ്മുടെ മുഖ്യൻ അവിടെ യൂറോപ്പിൽ പര്യടനം നടത്തിയപ്പോൾ എന്താണ്, അവിടെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ വെച്ച് മലയാളി കുട്ടികളെ കാണാനിടയായി എന്ന് ഇവിടെ വന്ന് വീമ്പിളക്കുകയുണ്ടായല്ലോ. അവരെ ഏത് തരത്തിലാണ് അവിടേക്ക് എത്തിച്ചത്? അവരിവിടുന്ന് പലതരത്തിൽ പണം ഈ പറഞ്ഞ രീതിയിൽ ലോൺ എടുത്തും കടം വാങ്ങിയുമാണ് അവിടെ പഠിക്കാൻ പോയത്. അത് വീട്ടാൻ വേണ്ടിയിട്ടാണ് അവർ അതിനോടൊപ്പം തന്നെ പഠനത്തിനോടൊപ്പം റെസ്റ്റോറൻറ്റുകളിലൊക്കെ നിൽക്കുന്നത്. അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഇവരുടെ കഴിവുകളെ മുഴുവൻ ഇവിടെ വിനിയോഗിക്കാവുന്ന രീതിയിൽ കൊണ്ടുപോകാമായിരുന്നല്ലോ. അത് ഏതേത് സർക്കാർ മാറി മാറി വന്നാൽ പോലും അതിനനുസരിച്ച്, അല്ലാതെ രാഷ്ട്രീയ പകയെ വെച്ച് പുലർത്തരുത്. CPM ആണ് എപ്പോഴും പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ മുഴുവൻ നശിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് അധികാരത്തിൽ വരുമ്പോഴോ എല്ലാം അവരുടേതായ രീതിയിൽ മാറ്റിക്കൊണ്ട് ഇതിനെ നടപ്പിലാക്കാനുള്ള ശ്രമവുമാണ് ചെയ്യുന്നത്. അതുതന്നെയാണ് ഇവിടെ ഇപ്പോൾ കാട്ടിക്കൂട്ടുന്നത്. 10 വർഷത്തിന് മുമ്പ് ചെയ്യേണ്ടതായ കാര്യങ്ങളാണ് ഇപ്പോൾ ഇവർ ഇവിടെ അന്വേഷിച്ചു തുടങ്ങിയത്. ഇപ്പോഴാണ് ഇവർക്ക് തലയ്ക്ക് ബോധം വന്നിരിക്കുന്നത്. ഈ വിദേശ സർവകലാശാലകൾ വരുന്നതിനെ പറ്റി TP ശ്രീനിവാസൻ പറയുന്നത് ഇതാണ്. ഇത് സംബന്ധിച്ചൊരു ഡ്രാഫ്റ്റ് ഇറക്കിയിട്ടുണ്ട് UGC. അതിൽ സംവരണം വേണ്ട, പകരം മെറിറ്റ് മാത്രം മതി. സ്വന്തം നിലയ്ക്കുള്ള ഫീസ് ഘടന, സ്വന്തം കോഴ്സ് ഘടന, പ്രോഫിറ്റ് ഷെയറിംഗ് തുടങ്ങി ഒന്നിനും നിയന്ത്രണമില്ല. പക്ഷേ ഇത് പാർലമെൻറ്റിൻ്റെ പരിഗണനയിൽ വരുമ്പോൾ കുറേ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. സംവരണമൊക്കെ അനുവദിച്ചില്ലെങ്കിലും സ്കോളർഷിപ്പ് പോലുള്ള കാര്യങ്ങളെങ്കിലും നടപ്പിലാക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ മാത്രമേ പാവപ്പെട്ട വിദ്യാർത്ഥികൾ അടക്കമുള്ളവർക്ക് പഠനം നടത്താനാവുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള ഈ വിദേശ സർവകലാശാലകളോടുള്ള സമീപനം ഇവർ മാറ്റിക്കൊണ്ടുവരിക മാത്രമല്ല വേണ്ടത്, ഇത് പ്രാവർത്തികമാക്കാനുള്ള നീക്കവും ആരംഭിക്കേണ്ടിയിരിക്കുന്നു.